നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഫിലോസഫി ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി എഡിലെ സെക്കൻഡ് സെമിസ്റ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് യൂണിറ്റ് 3 ആണ് കേട്ടോ. യൂണിറ്റ് 3ൽ പ്രധാനമായിട്ടും യൂണിറ്റിൻ്റെ പേര് സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പം ആദ്യം പഠിക്കേണ്ടത് എന്താണ് സോഷ്യോളജി, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻസ് എന്തൊക്കെയാണെന്നാണ്. പിന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ദെൻ എഡ്യൂക്കേഷൻ ആസ് സോഷ്യലൈസേഷൻ, ദെൻ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പാർട്ടാണ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. അതാണ് എസ്സേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ എന്തായാലും അതൊരു വർക്കായിട്ട് അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ അല്ലേ. അപ്പോൾ അത് ചെയ്തതായിട്ട് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്താണ് സോഷ്യോളജി എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യത്തെ 3 ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ കേട്ടോ. എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി, ദെൻ എയിം ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി, ദെൻ ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി, ദെൻ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് കോമൺ ഇൻ യൂസേജ് ദാറ്റ് എഡ്യൂക്കേഷൻ മിയർലി ദ ഡെലിവറി ഓഫ് നോളേജ്, സ്കിൽസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ടീച്ചർ ടു സ്റ്റുഡൻസ് is inadequate to capture what is really important about being and becoming educated. അപ്പം എഡ്യൂക്കേഷൻ ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്ന് അലൻ ബ്ലൂം പറഞ്ഞിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥികളെ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻഫർമേഷൻസും സ്കിൽസും നോളേജും ഒക്കെ അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോഷ്യോളജി. എന്താണ് സോഷ്യോളജി? സോഷ്യോളജിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പേരാണ് അഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. ദ ടേം സോഷ്യോളജി വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ എ സയൻറ്റിസ്റ്റ് ഫ്രഞ്ച് മാൻ ഓഗസ്റ്റ് കോംറ്റെ ഇൻ 1830. 1830 അഗസ്റ്റ് കോംറ്റെ ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട്, സോഷ്യോളജി എന്ന് പറയുന്നൊരു ടേം. ആൻഡ് കോംറ്റെ വാസ് ഫോളോഡ് ബൈ ഹെർബർട്ട് സ്പെൻസർ, ഇംഗ്ലീഷ് ഫിലോസഫർ, റൈറ്റർ ഓഫ് എ book Principles of Sociology, who believed that individual like a cell and society like an organism. അപ്പോൾ നമ്മുടെ ശരീരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ സെല്ലുകളാണ്, കോശങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ മുഴുവൻ ഓർഗാനിസം എന്ന് പറയുന്നത് ഈ സൊസൈറ്റി ആണെന്നാണ് പിന്നീട് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ബുക്കിനകത്ത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. കോയിൻ ചെയ്യാൻ പറ്റുന്നവർ അത് മറക്കാതെ ഓർത്തെടുത്ത് എഴുതി വയ്ക്കുക. And the word sociology came from the Latin word socius, which means companion, and ology, which means study of logo, word, knowledge. Okay, അതായത് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ് അല്ലെങ്കിൽ സ്റ്റഡി എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ലാറ്റിൻ വേർഡിൽ നിന്നാണ് സോഷ്യോളജി എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ഇതിൽ സോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാനിയൻ എന്നാണ് അർത്ഥം. അപ്പം സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാനിയൻഷിപ്പ് തന്നെയാണ്, അതിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, ദാറ്റ് ഈസ് സോഷ്യോളജി. ദെൻ സോഷ്യോളജിയുടെ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെഫിനിഷൻ ഒരെണ്ണം എഴുതാൻ പറയുമായിരിക്കും, അപ്പം നിങ്ങൾ എഴുതണം കേട്ടോ. Sociology is a scientific study of society including pattern of social relationships, social interaction and culture. സാമൂഹികപരമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡിങ് എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? സോഷ്യൽ റിലേഷൻഷിപ്പ്, പരസ്പരമുള്ള സാമൂഹിക ബന്ധങ്ങൾ, ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കൾച്ചർ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡെഫിനേഷൻ എഴുതാം. ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി അല്ലേ. അപ്പം ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പം ഇതാണ് സോഷ്യോളജി. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സോഷ്യോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സോഷ്യോളജി റിലേറ്റ് ചെയ്യാത്ത ഒരു കാര്യം ഈ ഭൂമിയിലില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ശരി, ആന്ത്രപ്പോളജി ആണെങ്കിലും ശരി, ഒക്കെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൈക്കോളജി ഒക്കെ സോഷ്യോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. For example, one aspect of sociology is a study of social institutions, which are major structures made up of groups or ideas that influence people, daily lives, views of world, interaction of the society. Okay, അപ്പം പരസ്പരമുള്ള നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് എല്ലാവരും സാമൂഹികമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെയിലി ലൈഫിനെ നമ്മൾ സൊസൈറ്റിയിൽ എത്രമാത്രം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, എക്കണോമിക്സും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം സൊസൈറ്റിയിൽ അതൊരു ജീവിതം നമുക്ക് സാധ്യമല്ല. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു പഠനം ആവശ്യമാണ്. ഇനി എഡ്യൂക്കേഷണൽ സോഷ്യോളജി, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സോഷ്യോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി വിച്ച് ഡീൽസ് ദി അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓൺ sociology and application of principles and method of education for the solution of various problems in the society.
എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ആണ് വിച്ച് ഡീൽസ് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി. സോഷ്യോളജിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷണൽ സോഷ്യോളജി. സോഷ്യോളജിയിൽ നമ്മൾ സാമൂഹികപരമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി. അതിൽ എഡ്യൂക്കേഷൻ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷണൽ സോഷ്യോളജിയിൽ. സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എഡ്യൂക്കേഷനിലൂടെ എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പഠനമാണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡെഫിനേഷൻസ് എഴുതാം. എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ഡെഫിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദ സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ ഹൂ ലിവ് ടുഗെദർ. ഇനിയാണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിലോ എഡ്യൂക്കേഷണൽ സോഷ്യോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് അഫക്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഔട്ട്കം. എങ്ങനെയാണ് സൊസൈറ്റി എഡ്യൂക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനവും എഡ്യൂക്കേഷൻ സോഷ്യോളജിയിൽ വരും. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ സോഷ്യോളജി സ്റ്റാർട്ട്സ് വിത്ത് ദ അസംഷൻ ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് an activity which goes on in society and the society in turn determines the nature of education. അല്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു സൊസൈറ്റി ഉണ്ടാവുള്ളൂ. സൊസൈറ്റി നല്ലതായിട്ടിരുന്നെങ്കിലേ എഡ്യൂക്കേഷന് അവിടെ സ്കോപ്പ് കിട്ടുകയുള്ളൂ. കുട്ടികൾക്ക് കൂടുതൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ സൊസൈറ്റി വളരെയധികം കടമപ്പെട്ടിരിക്കുന്നു. അതേപോലെ ഈ എഡ്യൂക്കേഷനോട് സൊസൈറ്റീനെ നല്ലതാക്കി എടുക്കാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കിട്ടുന്ന ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്ലിഗേറ്ററി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഉണ്ട് അവർക്ക്. Okay, then according to different scientists, according to George Payne, educational sociology is a science which describes and explains some institutions, the social relationship in which the individual gains and organizes his experiences. അപ്പം ഒരു വ്യക്തി സ്വയം അറിഞ്ഞിട്ടുള്ള അറിവുകളെ എങ്ങനെ സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനവും എന്തിൽ വരും? എഡ്യൂക്കേഷൻ സോഷ്യോളജിയിൽ വരും. അതാണ് ജോർജ് പെയിൻ പറയുന്നത്. ഇനി ഓറ്റുവേ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഫിലോസഫർ പറയുന്നത് എഡ്യൂക്കേഷണൽ സോഷ്യോളജി സ്റ്റാർട്ട് വിത്ത് ദ അസംഷൻ ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് എൻ ആക്ടിവിറ്റി വിച്ച് ഗോസ് ഓൺ ഇൻ എ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എയിംസ് ആൻഡ് മെത്തേഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സൊസൈറ്റി ഇൻ വിച്ച് ഇറ്റ് ടേക്സ് പ്ലേസ്. അല്ലേ, എന്നുവെച്ചാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പല രീതിയിൽ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടി നമ്മൾ തിരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ സോഷ്യോളജി മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു ബ്രൗൺ, എഡ്യൂക്കേഷണൽ സോഷ്യോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് അതർ ഇൻഡിവിജ്വൽസ്, സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ്. ഇതായിരിക്കും ഏറ്റവും നല്ലൊരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനേഷൻ ഈ ബ്രൗണിൻ്റെയാണ്. എഡ്യൂക്കേഷൻ സോഷ്യോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള പരിസരം അല്ലെങ്കിൽ പശ്ചാത്തലവുമായിട്ട് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി. ഓക്കെ, അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഇനി എയിംസ് ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി. എന്താണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി എയിം ചെയ്യുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ കുറേ പോയിൻറ്റ്സുകളുണ്ട്, അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് എൻ്റെ എയിം എന്ന് പറയുന്നത്, അല്ലേ? The central aim of educational sociologists can thus be defined as being to study the process of education and the institutions by which it can be carried on in relation to the economic, political, cultural and other institutions of the society in which it functions. Okay, അപ്പോൾ പരസ്പരം അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റുകൾ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോത്തിലും നമ്മൾ പഠിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളല്ലേ. അപ്പം എഡ്യൂക്കേഷൻ എങ്ങനെ സൊസൈറ്റീനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല എഡ്യൂക്കേഷൻ ഏതൊരു സൊസൈറ്റി ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇതുകൊണ്ട് നമുക്ക് എയിം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണം ഉണ്ടായിരിക്കണം. അതുപോലെ സമൂഹം തിരിച്ചും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ദി എയിം ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി. പിന്നെ ടു അക്വയർ നോളജ് അബൌട്ട് സ്കൂൾ വർക്ക് ആൻഡ് ദ വർക്ക് ഓഫ് ടീച്ചേഴ്സ് ഇൻ റിലേഷൻ ടു ദ സൊസൈറ്റി ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് എത്രത്തോളം സ്കൂളുകളിൽ വർക്കുകൾ നടക്കുന്നു. ഇപ്പോൾ നമ്മൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നേതൃദിന ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നേത്രദാനം അല്ലെങ്കിൽ ആ രീതിയിൽ മെഡിക്കൽ ക്യാമ്പയിനുകളൊക്കെ സ്കൂളുകളിൽ നടക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. NCC
NCC പരേഡുകൾ, ആർട്ട് ഫെസ്റ്റിവൽസ്, അല്ലെങ്കിൽ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മൾ നാട്ടിലുള്ള ആളുകളെയും കൂടെ കൂട്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ സ്കൂളിൽ ചെയ്യാറുള്ളത്. അപ്പം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നാട്ടിലുള്ള ആളുകളുടെ ഒക്കെ ഒരു പരിചയം വരുന്നു. നമ്മൾ ഇതേപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് പാലിയേറ്റീവ് ഡേ എന്ത് ചെയ്യുന്നു, കുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു, രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇതൊക്കെ ഓരോ വശത്ത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സമൂഹമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ലതായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് റിലേഷൻസ് വരാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് അവിടെ ഒരു ടീച്ചറുടെ മോണിറ്ററിങ് ഉണ്ട്. എവിടെയെങ്കിലും പോയി കുട്ടികളെ അങ്ങ് വിടുന്നല്ല ചെയ്യുന്നത്. ടീച്ചറുടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾ എത്രത്തോളം സൊസൈറ്റിയോട് കടപ്പെട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ആളുകളാണ് ഇത്തരം അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അല്ലേ? അപ്പം അത് സൊസൈറ്റി എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇതൊക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ സോഷ്യോളജിയുടെ ഒരു എയിമാണ്. അതിലൊരു കാര്യത്തിൽ അത് പഠനത്തിൽ വരും. ദെൻ ഇനി നിങ്ങൾക്ക് അതിനകത്ത് നോക്കേണ്ടത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ 5 പറയുന്നത് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്താണെന്ന് വെച്ചാൽ ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. അപ്പം എഡ്യൂക്കേഷൻ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത് ശരിക്കും റിലേഷൻസ്, അതായത് എഡ്യൂക്കേഷനും കൾച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ ത്രൂ ദ എഡ്യൂക്കേറ്റീവ് പ്രോസസ്സ്. പിന്നെ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൾച്ചർ ഇപ്പം നമ്മളെ വീട്ടിൽ മാത്രമേ ഒതുങ്ങിക്കൂടി, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് മാത്രം പഠിപ്പിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തുള്ള ഒരു ആളെ പറ്റി പരിചയപ്പെടാനോ അല്ലെങ്കിൽ ഇന്ന ആളുകളുണ്ടെന്ന് അറിയാനോ കഴിയില്ല. പക്ഷെ നമ്മൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പല റിലീജിയനിലുള്ള, പല കാസ്റ്റിലുള്ള, പല കളറിലുള്ള ആളുകളെ പരിചയപ്പെടുന്നു, അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു, പല സംസ്കാരങ്ങൾ പഠിക്കുന്നു. ഓരോ വീടിനും ഓരോ സംസ്കാരമാണ്, ഓരോ നാടിനും ഓരോ സംസ്കാരമാണ്. അപ്പം എഡ്യൂക്കേഷനിലൂടെ ഇതെല്ലാം നമ്മൾ കൾച്ചറിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുന്നു, ആൻഡ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ ദ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദി സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ദി സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ടെൽസ് us to understand the effect of various social agencies like family, school on the student. ഓക്കെ, അപ്പം എങ്ങനെയാണ് സോഷ്യൽ ഏജൻസീസ് ഓരോ കുഞ്ഞിനെയും ബാധിക്കുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. And it studies the relationship between social class, culture, language, parental education, occupation and the achievements of the student. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കുന്നു. കൾച്ചറിനെ പറ്റിയിട്ട്, സോഷ്യൽ ക്ലാസ്സിനെ പറ്റിയിട്ട്, ലാംഗ്വേജിനെ പറ്റിയിട്ട്, പാരൻ്റൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, ഒക്യുപ്പേഷനെ പറ്റിയിട്ട് ഒക്കെ. And it concerned with such general concepts such as society itself, culture, community, class, environment, socialization, accommodation, assimilation, subculture, status and role and structure of school. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് ഇനി നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ സോഷ്യോളജിയാണ്. ഇതെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് നോളേജ്, ദെൻ എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് സോഷ്യൽ ഹെറിറ്റേജ്, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. Then we are concluding this session. Sociology of education helps to form developed and modified individual character through different societal process. Then sociology is a study human relationship and institution. It offers a distinctive and enlightening way of seeing and understanding the social world, and students who have been well trained in sociology know how to think critically about human social life. അല്ലേ, സോഷ്യോളജി പഠിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്രിട്ടിക്കലി ഇത് തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവും കൂടി വരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഹ്യൂമൻ സോഷ്യൽ ലൈഫ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഓൾ ഓഫ് ദിസ് നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത് ഇത് അത്ര വലിയ പ്രധാനപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളിതിൻ്റെ ഒരു മീനിങ് ഓഫ് സോഷ്യോളജി ഒന്ന് പഠിച്ചു വയ്ക്കുക, ഡെഫിനേഷൻസ് ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ എന്താണ് ഇത് രണ്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രോഡൻ ടേമിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. എന്താണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. പരസ്പര പൂരകങ്ങളായിട്ടുള്ള 2 ഡിസിപ്ലിൻസ് ആണ് അവർ. അപ്പോൾ അതെന്താണെന്ന് വ്യത്യസ്തമായിട്ട് എഡ്യൂക്കേഷൻ എന്താണെന്നും സോഷ്യോളജി എന്താണെന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതിന് ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് അടുത്ത സെഷനാണ്, എന്ന് വെച്ചാൽ അടുത്ത വീഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് വരുന്നത്. അതാണ് എസ്സേയിൽ ചോദിക്കാറ്. അത് ചോദിച്ചു വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അത്രയും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം.